പശ്ചിമേഷ്യയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും യുദ്ധം പിടിമുറുക്കുമ്പോൾ ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് പറഞ്ഞാലോ? അതെ, ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശത്രുരാജ്യമായ അമേരിക്കയുമായി ഒത്തുതീർപ്പിന് തുനിഞ്ഞ ഭരണ നേതൃത്വത്തിനെതിരെ രാജ്യത്തെ തീവ്ര നിലപാടുകാർ ശബ്ദം ഉയർത്തിയതോടെ ഇറാനിലൊരു അധികാര തർക്കത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. എന്താണ് ഇറാന്റെ ആഭ്യന്തര സാഹചര്യം? അതെങ്ങനെയാണ് പശ്ചിമേഷ്യയെയും ഇറാൻ ജനതയെയും ബാധിക്കുക? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. CNN പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വൻ ചർച്ചയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയ്ക്കിടയിലാണ് ഭരണകൂടത്തെ നടുക്കി ഭിന്നത പരസ്യമായതും. അന്തരിച്ച നേതാവിന്റെ ശവമഞ്ചത്തെ അനുഗമിച്ച പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ സാക്ഷി നിർത്തി വിലാപയാത്രയിൽ പങ്കെടുത്ത ഒരു വൻ ജനക്കൂട്ടം ഒത്തുതീർപ്പുകാർക്ക് മരണമെന്ന് ആക്രോശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിലും ഭീകരമായിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്ക് നേരെ ഉണ്ടായ ആക്രമണം. അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച അരാക്ചിയെ വിശ്വാസവഞ്ചകൻ എന്ന് വിളിച്ച് ജനക്കൂട്ടം കല്ലെറിഞ്ഞതോടെ വിലാപയാത്ര പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ തീവ്ര നിലപാടുള്ള വിഭാഗങ്ങൾക്കിടയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു ആഖ്യാനത്തെയാണ് ഈ ശത്രുത അടിവരയിടുന്നത്. അമേരിക്കയുമായി ചർച്ചകൾ നടത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ വിപ്ലവ നേതൃത്വത്തെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അവരുടെ പ്രധാന ആരോപണം. അതേസമയം പിതാവിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ മൊജ്തബ ഖമനേയി സുരക്ഷാ കാരണങ്ങളാൽ പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. ഇതും ഇത്തരം നാടകീയ സംഭവങ്ങൾക്ക് ഒരു കാരണമായി എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ സാധിക്കില്ല. പിതാവ് അലി ഖമനേയി അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം അധികാരമേറ്റെടുത്ത മൊജ്തബ എന്ന പുതിയ നേതാവിന്റെ ഈ നിഗൂഢമായ അഭാവം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും തീവ്ര നിലപാടുകാർ വിശ്വസിക്കുന്നത് മറ്റൊന്നാണ്. പിതാവിന്റെ വധത്തിന് പ്രതികാരം ചോദിക്കുന്നതിന് പകരം മൊജ്തബയുടെ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ച് നിലവിലെ സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ ഫലത്തിൽ കീഴടങ്ങി എന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. പരമോന്നത നേതാവിന്റെ കസേര നിശ്ചലമായിരിക്കെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബ, പ്രസിഡന്റ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അരാക്ചി എന്നിവരടങ്ങുന്ന സംഘമാണ് ഇറാന്റെ യുദ്ധാനന്തര ഭരണം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇവരെ ഒരു രാഷ്ട്രീയ അട്ടിമറിയുടെ സൂത്രധാരന്മാരായി തീവ്ര വിഭാഗങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞതായി വാട്ട് ഇറാനിയൻസ് വാണ്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അരഷ് അസീസി ചൂണ്ടിക്കാണിച്ചിരുന്നു. മൊജ്തബ ഖമനേയിയുടെ അഭാവം തീവ്ര നിലപാടുകാർക്ക് പുതിയ പരമോന്നത നേതാവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി അടച്ചു എന്നതാണ് ഇവിടെ പ്രധാന പ്രശ്നം. അമേരിക്കയുമായുള്ള കരാർ പാടെ ഉപേക്ഷിക്കണമെന്ന തീവ്ര വിഭാഗങ്ങളുടെ ആവശ്യം നിലവിൽ ശക്തമാണ്. കരാർ ലംഘിക്കപ്പെട്ടതും യുദ്ധം വീണ്ടും സജീവമായി എന്നുള്ളതും മറ്റൊരു കാര്യം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണവും അതിന് അമേരിക്ക നൽകിയ കനത്ത തിരിച്ചടിയും വെടിനിർത്തൽ കരാറിനെ തകർച്ചയിൽ എത്തിച്ചിരിക്കുകയാണ്. ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന മന്ത്രിമാരെ പരസ്യമായി വധിക്കുമെന്ന ഭീഷണി വരെ തീവ്ര ചേരികളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു എന്നത് മറ്റൊരു കാര്യം. എന്നാൽ ഭരണകൂടവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. തങ്ങളെ തകർക്കാൻ നോക്കുന്ന തീവ്ര ഗ്രൂപ്പുകളുടെ ചിറകരിയാൻ അവർ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്. കരാറിന്റെ ഏറ്റവും വലിയ വിമർശകനും മുൻ ചർച്ചാ അംഗവുമായ നബാവിയനെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷനിൽ നിന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പുറത്താക്കിയത് ഇതിന്റെ ഒരു തെളിവാണ്. തീവ്രവിഭാഗം രാജ്യത്ത് താരതമ്യേന കുറവാണെങ്കിലും പാർലമെന്റിലും ഔദ്യോഗിക മാധ്യമമായ IRIBയിലും മറ്റ് സ്ഥാപനങ്ങളിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇവരുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളും മുൻ ദേശീയ സുരക്ഷാ മേധാവിയുമായ സയ്യിദ് ജലീലി 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 13 ദശലക്ഷത്തിലധികം വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തും എത്തിയിരുന്നു. ഇതിനിടയിൽ ഇറാനിലും ലോകരാജ്യങ്ങൾക്കിടയിലും ഉയരുന്ന പ്രധാന ചോദ്യം പുതിയ പരമോന്നത നേതാവായി മാർച്ചിൽ ചുമതലയേറ്റ മൊജ്തബ ഖമനേയി എവിടെയെന്നാണ്. അതിനിടെ മൊജ്തബയുമായി ഇതുവരെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഒരു അഭിമുഖത്തിലായിരുന്നു അരാക്ചിയുടെ വെളിപ്പെടുത്തൽ. പരമോന്നത നേതാവായ മൊജ്തബ ഖമനേയിയെ ഇതുവരെ നേരിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ആളുകൾക്കാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നായിരുന്നു അരാക്ചിയുടെ വെളിപ്പെടുത്തൽ. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും യുദ്ധത്തിനുമിടയിൽ ആഭ്യന്തര രാഷ്ട്രീയം പുകയുന്നത് ഇറാന് തലവേദന തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പുറത്ത് അമേരിക്കയുമായുള്ള നയതന്ത്ര യുദ്ധം നടക്കുമ്പോൾ അകത്ത് ആഭ്യന്തര കലഹത്തിന്റെ വെടിമരുന്നിന്റെ മേലിലാണ് ഇറാന്റെ നിലവിലെ ഭരണകൂടം ഇരിക്കുന്നത്. ഈ ആഭ്യന്തര യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ വരും ദിനങ്ങളിലെ സമാധാനം.